ഇവിടെ ഹീറോയിന്റെ വിവാഹ ദിവസമാണ് ഇന്ന്. ഇവൾ ഒരുപാട് നാളായിട്ട് പ്രണയിക്കുന്ന ആളുമായിട്ടാണ് ഇന്ന് ഇവളുടെ വിവാഹം നടക്കാൻ പോകുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഇവളുടെ വെഡിങ് ഡ്രസ്സിൽ തീ പിടിച്ച് ഇവളുടെ ദേഹം ഫുള്ള് പരിക്ക് പറ്റുന്നു. ഇപ്പൊ ഇവള് ഹോസ്പിറ്റലിൽ അത്യാസന നിലയിലാണ്. എന്നാൽ ഇവള് വിചാരിക്കുന്നത് ഇവളുടെ ഫിയാൻസിയുടെ അനിയനായിരിക്കും ഇതെല്ലാം ചെയ്തത് എന്നാണ്. അവൻ തമാശക്ക് ചെയ്തതോ ഇവളുടെ വെഡിങ് ഡേ തന്നെ കൊലമായത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവനോട് ഭയങ്കര ദേഷ്യത്തിലാണ് ഇവളെ പെരുമാറുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടും ഫിയാൻസിയും കൂടി അങ്ങോട്ടേക്ക് വന്ന് ഇവളുടെ അടുത്ത് ആ ഒരു സത്യം തുറന്നു പറയാണ്. അതായത് ഇവരാണ് ഇവളെ കൊല്ലാൻ ശ്രമിച്ചത്. കാരണം ഇവളുടെ കമ്പനി സ്വത്തുക്കളെ എല്ലാം തന്നെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ട് ഇവള് ഭയങ്കരമായിട്ട് ഷോക്കാവാണ്. മാത്രമല്ല ഇവന്റെ ബ്രദർ എന്ന് പറഞ്ഞ ഹീറോയിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഇവരുടെ രണ്ടുപേരുടെയും മകനെയാണ്. ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇവള് നല്ല രീതിയിൽ തന്നെ തകർന്നു പോവാണ്. അപ്പൊ ഹീറോയിൻ ഇവരോട് എന്റെ അച്ഛനും അമ്മയും എന്തായാലും നിങ്ങളോട് തന്നെ പ്രതികാരം ചോദിക്കും, ഞാൻ ഇതെല്ലാം അവരോട് തുറന്നു പറയും എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ന്യൂസ് പ്ലേ ചെയ്ത് ഇവളുടെ അച്ഛനും അമ്മയും ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്ന വാർത്ത അറിയിക്കുകയാണ്. അതിന്റെ പിന്നിലും ഇവരുടെ കളി തന്നെയാണ്. സോ ഇവള് ഒന്നും ചെയ്യാനാവാതെ ഫുള്ള് തകർന്ന് ഹൃദയം പൊട്ടി അവിടെ മരിക്കുകയാണ്. പക്ഷേ ഇവള് പെട്ടെന്ന് തന്നെ ഇവളുടെ വിവാഹത്തിന് തലേ ദിവസത്തിലേക്ക് പുനർജനിക്കാണ്. ഇവൾക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ചാൻസ് കൂടെ കിട്ടിയിരിക്കുന്നു. ഇപ്പൊ ഇവൾക്ക് തന്റെ കൂടെ നിൽക്കുന്നവരുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവളും അവരുടെ പ്ലാനിങ്ങിനനുസരിച്ച് നിന്നു കൊടുക്കാണ്. ഒന്നും അറിയാത്ത പോലെ. ഇവൾക്ക് വേണ്ടി മുന്നേയും വെഡിങ് ഡ്രസ്സ് പ്രിപ്പയർ ചെയ്തത് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഈ ഒരു പെണ്ണ് തന്നെയാണ്. ആ ഒരു ഡ്രസ്സ് കാരണമാണ് അന്ന് ഹീറോയിൻ മരണപ്പെട്ടത്. കാരണം അതിൽ ശക്തമായിട്ടുള്ള സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ തീ ഉണ്ടാക്കുന്ന രീതിയിൽ എന്തോ ഒരു കെമിക്കൽ ഇവള് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അപകടത്തിലാണ് ഹീറോയിൻ മരണപ്പെടുന്നത്. സോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആ ഒരു ഡ്രസ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അത് ഇവളെ മനസ്സിലാക്കിയിട്ട് തന്നെ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അറിയാതെ ഇവളുടെ ഫിയാൻസിയോട് ഇവരുടെ വെഡിങ് ഡേ കുറച്ച് വെറൈറ്റി ആക്കാൻ എന്ന നിലയിൽ ഈ ഒരു ഗൗൺ ഇവനോട് ഇടാനായിട്ട് പറയാണ്. ഇവൻ ആദ്യം സമ്മതിക്കുന്നില്ല. പക്ഷെ ഇവളുടെ കമ്പനിയുടെ സിഇഒ സ്ഥാനമാണ് ഇവനെ ഓഫർ ചെയ്യുന്നത്. സോ ഇവളെ ധിക്കരിച്ചു കഴിഞ്ഞാൽ അത് കിട്ടില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടും കുറച്ച് നേരത്തേക്ക് വേണ്ടിയിട്ടല്ല എന്ന് കരുതിയിട്ട് ഇവൻ സമ്മതിക്കുന്നു. പക്ഷെ ഇവൻ അറിയില്ല അതിൽ അങ്ങനെ ഒരു കെമിക്കൽ ഉണ്ട് എന്ന കാര്യം. അതുകൊണ്ട് ഇവൻ തന്നെയാണ് ആ ഒരു വെഡിങ് ഡ്രസ് ഇട്ട വിവാഹ വേദിയിലേക്ക് എത്തുന്നത്. പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് ഇത് ഹീറോയിൻ ആണ് എന്നാണ്. ഇവൾ ഉൾപ്പെടെ ഇവള് ഈ ഒരു ഡ്രസ്സിൽ കെമിക്കൽ യൂസ് ചെയ്താണ് ഹീറോയിനെ കൊല്ലാൻ പോകുന്നത് എന്ന കാര്യം ആ ഒരു ഫിയാൻസിയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഹീറോയിൻ ആണെങ്കിൽ അതിലൊരു ഗസ്റ്റ് എന്ന രീതിയിൽ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കാണാനായിട്ട് ഓൾറെഡി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ അന്ന് ഇവൾക്ക് സംഭവിച്ചതുപോലെ തന്നെ ഇവനും ഇപ്പോൾ സൺലൈറ്റ് അടിച്ചിട്ട് ആ ഒരു ഡ്രസ്സ് കത്താനായിട്ട് തുടങ്ങുന്നു. എല്ലാവരും അത് കണ്ട ഹീറോയിൻ ആണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താനായിട്ട് പോകുമ്പോൾ ഈ ഒരു പെണ്ണ് അതിനെ സമ്മതിക്കുന്നില്ല, ഹീറോയിനെ മരണത്തിന് വിട്ടുകൊടുക്കാനായിട്ട്. എന്നാൽ അതേ സമയം തന്നെയാണ് ഹീറോയിൻ ഇവളുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് തനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് കണ്ട് ഇവളെ നല്ലോണം തന്നെ ഷോക്കാവുന്നു.